കേരളത്തിൻ്റെ കടഭാരം ആശങ്കാജനകം തന്നെയാണ്. ഏറ്റവും അവസാനത്തെ വട്ടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജറ്റുമായി ബജറ്റിന് ശേഷമുള്ള കടമെടുപ്പിൻ്റെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ പറ്റി നടത്തിയ പഠനം, അതിൻ്റെ റിസൾട്ട് പുറത്തുവിട്ടപ്പോൾ കേരളത്തിൻ്റെ കടം വാങ്ങുന്ന അവസ്ഥ, അതായത് കേരളം കടക്കെണിയിലേക്ക് പോകുന്നു എന്ന് റിസർവ് ബാങ്ക് പറയുന്നില്ല, പക്ഷേ ആശങ്കാജനകമാണ് അവസ്ഥ എന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ പഠനമനുസരിച്ച് ഏറ്റവും GSDP കടം റേഷ്യോ തോത് ഏറ്റവും കൂടിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഒന്നാമത്തെ സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്. രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ കടം GSDP റേഷ്യോ 38.3% നിൽക്കുന്നു. കേരളത്തിൻ്റേത് 36.5%. അത് കഴിഞ്ഞാൽ രാജസ്ഥാനാണ് 35.7%, ആന്ധ്ര 33.5%. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ ജനുവരിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേരളം 3-ാം സ്ഥാനത്തായിരുന്നു. 1-ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ, 2-ാം സ്ഥാനത്ത് രാജസ്ഥാൻ, 3-ാം സ്ഥാനത്തായിരുന്നു കേരളം. ഇപ്പോൾ ആ കേരളം 2-ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇത്ര ആശങ്കാജനകമായ കടത്തിലെ ഒരു മുന്നേറ്റം ഉണ്ടാവാനുള്ള കാരണം? അതായത് നമ്മുടെ GSDP ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് 2002 കൊണ്ടുവന്നത് തന്നെ സംസ്ഥാനങ്ങൾ കടക്കെണിയിലേക്ക് പോകാതിരിക്കാനാണ്. കാരണം സംസ്ഥാനങ്ങൾ കടക്കെണിയിലേക്ക് പോവുകയാണെങ്കിൽ ഏത് സംസ്ഥാനമാണെങ്കിലും അതിനെ ബെയിൽ ഔട്ട് ചെയ്യുക, ആ കടക്കെണിയിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തുക, വേണ്ട സഹായം ചെയ്യുക, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെഡറൽ പ്രിൻസിപ്പിളിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധർമ്മമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർമ്മയുണ്ട്, 1990-91 ഇന്ത്യ തന്നെ കടക്കെണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ സംജാതമായി. എന്തുകൊണ്ടായിരുന്നു? കേന്ദ്രത്തിൻ്റെ കടം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കടം കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്ന കടമാണ്. അപ്പോൾ ആ കടം അതിഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും അന്ന് അതായത് നമ്മൾ എല്ലായ്പ്പോഴും ഇന്ത്യ 80%-ലധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതേ സമയത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചെലവ് വളരെ വലുതാണ് താനും ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ 1990 കടക്കെണിയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ 2 ആഴ്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാത്രമേ നമ്മുടെ കരുതൽ ശേഖരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ഗുരുതരമായ ഒരവസ്ഥയിലെത്തിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഇന്ത്യ IMFൻ്റെ മുൻപിൽ വായ്പയ്ക്കായി ചെന്നു. IMF പറഞ്ഞു, നിങ്ങൾ കടക്കെണിയിലേക്ക് പോവുകയാണ് ഇന്ത്യ, അത് കാരണം കടം തരാൻ സാധ്യമല്ല. വേൾഡ് ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. വേൾഡ് ബാങ്കും അതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. പിന്നെ അവസാനം കമ്മട്ടത്തിൽ കരുതൽ ശേഖരമായി വച്ചിരുന്ന സ്വർണം കൊണ്ടുപോയി 2 പ്രാവശ്യം സ്വിസ് ബാങ്കിൽ പണയം വെച്ച് വായ്പ എടുക്കേണ്ടി വന്നു. ഒരു പ്രാവശ്യം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുവച്ച് പണം എടുക്കേണ്ടി വന്നു. അപ്പോൾ അതായത് സത്യസന്ധമായി പറഞ്ഞാൽ ഭാര്യയുടെ കെട്ടുതാലി കൊണ്ടുപോയി പണയം വെച്ച് വായ്പയെടുത്ത് വീട്ടുകാര്യങ്ങൾ നടത്തുന്ന പോലെയുള്ള ഒരു ദുർഘട പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യ എത്തിച്ചേർന്നത്. അതിനുശേഷം IMF കൊണ്ടുവന്ന അതായത് ചില ഉപാധികൾ, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ ഉപാധികൾ അംഗീകരിച്ചതിന് ശേഷം അത് നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് IMF വായ്പാ സൗകര്യം ഒരുക്കിയത്. അപ്പോൾ അങ്ങനെ ഇന്ത്യ പോകരുത്, ഒരു സംസ്ഥാനവും ശ്രീലങ്ക പോയതുപോലെ കടക്കെണിയിലേക്ക് പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 2000 ആണ്ടുകളിൽ 2002 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന ഒരു നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം അനുശാസിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരു വർഷം കടമെടുക്കാവുന്നത് നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്ത വരുമാനത്തിൻ്റെ 3% മാത്രമാണ് ഒരു വർഷം കടമെടുക്കാവുന്നത്. അതേ സമയത്ത്
പിന്നെ സഞ്ചിത കടം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സംസ്ഥാനം തുടങ്ങിയ കാലം, സംസ്ഥാനം ഫോം ചെയ്ത 1956 മുതൽ ഈ വർഷം വരെ കൂട്ടിച്ചേർക്കപ്പെടുന്ന കടമാണ് സഞ്ചിത കടം അഥവാ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് എന്ന് പറയുന്നത്. ഈ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് 29%, അതായത് മൊത്ത ആഭ്യന്തര വരുമാനത്തിൻ്റെ 29% താഴെ നിർത്തണം എന്നാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് നിഷ്കർഷിക്കുന്നത്. ഈ നിഷ്കർഷയാണ് ഇവിടെ തെറ്റിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളുമുണ്ട്. പക്ഷേ അവയിൽ ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധി, അതായത് സഞ്ചിത കടത്തിൻ്റെ തോത് 29% എന്ന് പറഞ്ഞതാണ് 36.5% ഇപ്പോൾ എത്തി നിൽക്കുന്നതായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പിന്നെ സഞ്ചിത കട അവസ്ഥയാണ് കേരളത്തിനുള്ളത്. 1-ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ നിൽക്കുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം കടക്കണിയിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് കേരളം, അതായത് ഈ ഒരു വർഷം കൊണ്ടാണെങ്കിലും അത്ര വലിയ അപകട സാധ്യത എന്ന് നമുക്ക് പറയേണ്ടി വരുമായിരുന്നില്ല. ഇതങ്ങനെയല്ല. നമുക്ക് നോക്കാം, 2019, അതായത് LDF ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നതിന് മുൻപ് LDF ഗവൺമെൻറ് ഒരു ധവളപത്രം ഇറക്കിയിരുന്നു 2016-17 കാലഘട്ടത്തിൽ. ആ ധവളപത്രത്തിൽ അന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നത്, ഈ രീതിയിൽ, അതായത് അതിന് മുൻപുള്ള UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ 2021 ആകുമ്പോഴത്തേക്കും ശമ്പളവും പെൻഷനും നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ വാക്കുകൾ അറം പറ്റിയതുപോലെയാണ് നമുക്ക് തോന്നുക. 2020-21 ആയപ്പോഴേക്കും ഈ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ തന്നെ അവർ പറഞ്ഞത് ഇനിയും UDF ഭരിച്ചാലാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ LDF ഭരണകാലത്ത് തന്നെ KSRTCയുടെ പെൻഷനും ശമ്പളവും ഒക്കെ മുടങ്ങി. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ അവരുടെ ഗ്രാൻഡൊക്കെ സർക്കാർ തടഞ്ഞു വെച്ചത് കാരണം കൊണ്ട് അവർ ശമ്പളം കിട്ടുമോ എന്ന ആദിയിലാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർ, അതുപോലെ പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാർ, അവരുടെ പെൻഷൻ പോകുമോ എന്ന് ഭയക്കുന്നു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം തന്നെ ഗഡുക്കളായി കൊടുക്കാം എന്നൊരു തീരുമാനം ഗവൺമെൻറ് ആലോചനയിൽ വന്നു. പക്ഷേ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ല. കാരണം അതിന് പുതിയ നിയമനിർമ്മാണം ആവശ്യമാണ്. അപ്പോൾ ഇത്തരം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് കേരളം എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് നിരന്തരം കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ധനപ്രതിസന്ധി എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥരഹിതമാണ്. അത് ശരിക്ക് സ്വന്തം കുറ്റം അംഗീകരിക്കാൻ ഇഷ്ടമില്ലാതെ അതായത് സത്യം എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് എന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി, നിർമ്മല സീതാരാമൻ ഇവിടെ വന്നപ്പോൾ ചൂണ്ടിക്കാട്ടി. തരാനുള്ള ഫണ്ട് കൃത്യമായി തന്നിട്ടുണ്ട്. എപ്പോൾ? അതായത് സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിന് മുൻകൂറായി സംസ്ഥാന ഗവൺമെൻറ് പല ഫണ്ടുകളും ചെലവഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നെല്ലിൻ്റെ സംഭരണ വില, നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ ആ സംഭരണ വില സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് അത് കൊടുത്തു എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അത് CAG വഴിയായിട്ട് കേന്ദ്രത്തിലെത്തണം. അപ്പോൾ കൃത്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഫണ്ട് കേന്ദ്രം അനുവദിക്കും. അങ്ങനെ ഏത് പെൻഷനാണെങ്കിലും ഏത് തരം ഫണ്ടാണെങ്കിലും നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതി അത് 90 രൂപ കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുമ്പോൾ മാത്രമാണ് 10 രൂപ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏത് ഫണ്ടാണെങ്കിലും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ചെല്ലുന്നതനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് പണം റിലീസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നു. പക്ഷേ ആ എന്തുകൊണ്ട് എന്നത് അർത്ഥരഹിതമാണ്. കാരണം
ആർക്കും ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കാതെ പണം കൊടുത്താൽ എല്ലാ സംസ്ഥാനങ്ങളും തോന്നിയതുപോലെ തോന്നിയിടത്തൊക്കെ അത് ചെലവഴിച്ച് ഉദ്ദിഷ്ട കാര്യത്തിന് ചെലവഴിക്കാതെ പോകും. അങ്ങനെ വരാതിരിക്കാനാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് പോലും, അതായത് നമ്മുടെ 2018 പ്രളയ ബാധിത കാലത്ത്, 19 പ്രളയബാധിത കാലത്ത് ആ കാലഘട്ടങ്ങളിൽ തന്ന ഫണ്ട് പോലും ദുർവിനിയോഗം ചെയ്തു, വകുപ്പ് മാറ്റി ചെലവഴിച്ചു എന്ന കേസൊക്കെ നിലവിലിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഫണ്ട് തരൂ എന്ന് പറയുന്നത്. പിന്നെ ഈ സംസ്ഥാന ഗവൺമെൻറ് കുറ്റപ്പെടുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ്. അതായത് 15ാം ധനകാര്യ കമ്മീഷൻ കുറച്ച് തന്നു എന്നുള്ളതാണ്. ആ കാര്യവും വളരെ വ്യക്തമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റും ഫിനാൻസ് കമ്മീഷനും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ, അതായത് മറ്റു പല എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പറ്റിയതുപോലെയുള്ള കുറവ് മാത്രമാണ്. ഒരുപക്ഷെ കർണാടകം നമ്മുടെ ഇരട്ടി കുറവ് അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടും പിന്നെയും കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് എല്ലായ്പ്പോഴും ഇതേപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഇവിടുത്തെ കടം കെണിയാകുന്ന ഈ അവസ്ഥ, ഇത് കേന്ദ്രമാണ് ഇതിന് കാരണം എന്നാണ് എല്ലായ്പ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത്. അപ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പഠനം വീണ്ടും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ സംസ്ഥാനം എന്നല്ല പറയേണ്ടത്, കാരണം നമ്മേക്കാൾ കൂടുതൽ കടം വാങ്ങിയ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ കടവും GSDPയും തമ്മിലുള്ള അനുപാതമാണ് പ്രധാനം. വലിയ സംസ്ഥാനങ്ങൾക്ക് വലിയ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കടം വാങ്ങാം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൻ്റെ കാര്യം എടുക്കുക. കേരളത്തിൻ്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GSDP, അതായത് മൊത്ത ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത് 11,194.01 കോടി രൂപയാണ്. അതായത് 11,194.01 crore. അതിൻ്റെ 3% നമുക്ക് കടമെടുക്കാവുന്നത്. അപ്പം നമുക്ക് കടമെടുക്കാവുന്നത് ഒരു 33,965 കോടിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കടമെടുക്കാൻ പറ്റുക. അതേസമയത്ത് നമ്മുടെ ഇരട്ടി GSDP ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. അത്തരം സംസ്ഥാനങ്ങളുടെ 3% എന്ന് പറയുന്നത് നമ്മുടെ കടത്തേക്കാളൊക്കെ വളരെ ഉയർന്ന കടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരതമ്യം അല്ല വേണ്ടത്. GSDP എത്രയാണോ ആ GSDPയുടെ 3% കടം, അതാണ് കേരളത്തിന് എടുക്കാവുന്ന കടം, ഏതൊരു സംസ്ഥാനത്തിനും എടുക്കാവുന്ന കടം. അങ്ങനെ ഒരു കടം ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഫെഡറൽ പ്രിൻസിപ്പിളിൽ ഏതെങ്കിലും തരത്തിൽ അഭംഗി വരുത്തുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. അത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് അനുസൃതമാണ്. ഫെഡറൽ പ്രിൻസിപ്പിൾസിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് അടിച്ചമർത്താനും പാടില്ല. സാധാരണ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാവർക്കും അനുയോജ്യമായ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ഡെവല്യൂഷൻ പ്രിൻസിപ്പിളാണ് നടപ്പിലാക്കാറുള്ളത്. ഇന്ത്യയിലും അങ്ങനെ തന്നെ. അതിന് ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷൻ്റെ നോംസിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് സംഭവിക്കാം. അത് അധികം താമസിയാതെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. അതിന് പകരം സംസ്ഥാനം പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ കേരളം ആശങ്കാജനകമായ രീതിയിൽ തന്നെ കടക്കെണിയിലേക്കുള്ള പലായനത്തിലാണ്. തീർച്ചയായിട്ടും തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ വരും തലമുറകൾക്ക് മാത്രമല്ല നമ്മുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.